ഹായ് ഫ്രണ്ട്സ്, പപ്പയാണ്. അപ്പോൾ നമ്മൾ 10-20 ദിവസത്തിന് ശേഷം നമ്മുടെ ഷാരൂഖ് ഖാൻ ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഷാരൂഖ് ഖാൻ ഇന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം 10-20 ദിവസമായി. പിന്നെ നമ്മുടെ ശങ്കർ ബ്രോ കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ടില്ല. അപ്പോൾ അവന് അവിടെ ഇവിടെ വിരുന്നൊക്കെ ഉണ്ട്, അതിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മുന്നോട്ട് പോകാം കേട്ടോ. നമ്മളെ കൂടെ പണിയുന്നവരെ ഈ 1-2 ദിവസം ഇല്ലെങ്കിൽ ഒരാഴ്ച കണ്ടില്ല എന്നും പറഞ്ഞ് എന്തോ പറയാം, അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അവിടെ കഴിഞ്ഞ ദിവസം വള്ളംകളി നടന്ന സ്ഥലം അതാ കേട്ടോ. ഇനിയിപ്പം നമ്മൾ ഈ തോട് കയറിയാ മുന്നോട്ട് പോകണം. നമ്മളിന്നിപ്പം വേണാട്ടുകാട് കയറിയാ പോകുന്നത് കേട്ടോ. വേണാട്ടുകാട് കയറി മംഗലം കായലൊന്ന് നോക്കണം. മംഗലം കായലൊന്ന് നോക്കണം. പിന്നെ അവിടെ നിന്ന് 6000 കറങ്ങി വേണം നമുക്ക് വരാൻ. എല്ലായിടവും വെള്ളം കര കവിഞ്ഞ് കിടക്കുകയല്ല. ഇവിടെ ഇരിക്കുന്ന വീടുകളെല്ലാം വാട്ടർ ലെവല് താഴെയാണ് കേട്ടോ. നമ്മൾ വേണാട്ടുകാടായി കേട്ടോ. വേണാട്ടാണ് നമ്മൾ അത് ആ കാണുന്ന പാലത്തിൻ്റെ അവിടെ ഒരു കടയുണ്ട്. അവിടുന്ന് നമ്മൾ ചായ കുടിച്ചു മുന്നോട്ട് പോകും. മംഗലം പാടമാണ് കേട്ടോ. ബാക്കിയുള്ള പാടമെല്ലാം വിതയെല്ലാം കഴിഞ്ഞ് ഞാറെല്ലാം ഒരുവിധമായി. ഇത് നോക്കിയത് തന്നെ. ആ പാടമൊക്കെ ഇപ്പം വിതച്ചിട്ട് 10-15 ദിവസം കഴിഞ്ഞു. ഇതിപ്പം വിതച്ചിട്ട് 1-2 ദിവസമേ. ഇപ്പോഴും വിതയ്ക്കുന്നിടമുണ്ട്, താഴ്ചയൊക്കെ ഇപ്പം വിതയ്ക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിന്നിപ്പോൾ ഈ മംഗലത്തിലാണ്. എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് ഒന്നും അറിയാൻ മേല. നമ്മളെന്തൊക്കെയാലും ഇതിൻ്റെ അകത്ത് ഇറങ്ങാൻ പോകും കേട്ടോ. സത്യം പറഞ്ഞാലേ നമ്മൾ ഈ പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയാൻ മേല. പിന്നെ നമ്മൾ എന്നും വീഡിയോ എടുക്കുന്ന കണക്ക് തന്നെ നമ്മൾ കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മളപ്പം അതൊരു പെട്ടത്തറ 2 മോട്ടോറെ അങ്ങറ്റം അവിടെ, അതാണ് താഴ്ച. അവിടെ ആയിരിക്കും ഇപ്പം വന്ന മീൻപിടുത്തക്കാരൊക്കെ ഒരുമാതിരിപ്പെട്ടവരെല്ലാം ആ തറയ്ക്കായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പടിഞ്ഞാറ് വശം ഒരു തറയുണ്ട്, അതിൻ്റെ അപ്പുറം ഒരു തറയുണ്ട്. അപ്പോൾ നമ്മൾ ഈ 2 തറയിൽ ഏതെങ്കിലും ഒരു തറയിലായിരിക്കും നമ്മൾ ഇന്ന് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോവുക. അപ്പം മഴയുടെ ലക്ഷണം ഉണ്ടെങ്കിലേ നമ്മൾ ക്യാമറ കൊണ്ടുപോകത്തില്ല കേട്ടോ. മഴ പെയ്താൽ നമ്മുടെ ഈ ക്യാമറയും പ്രശ്നമാകും. കാരണം ഇതിൻ്റെ സ്വിച്ചെല്ലാം പോയി കിടക്കുക. അപ്പോൾ അത് കാരണം നമുക്ക് ഇതും കൊണ്ട് പോകാൻ പറ്റത്തില്ല. മഴയുണ്ടെങ്കിലും പോകാൻ പറ്റത്തില്ല. പിന്നെ വെള്ളത്തിൽ നമ്മൾ ഇടിച്ചനക്കാൻ നേരത്തെ വെള്ളം തെറിച്ച് നമ്മുടെ ക്യാമറ വീണാലും നമ്മുടെ ക്യാമറയ്ക്ക് പ്രശ്നമുണ്ടാകും. അത് കാരണം
മിക്കവാറും ക്യാമറ നമ്മൾ അപ്പുറത്തെ സ്ഥലത്തോട്ട് കൊണ്ടുപോകാൻ ചാൻസ് വളരെ കുറവാണ്. നമ്മളെ ഈ ചാലിൽ ഇറങ്ങാൻ പോകുന്നത് നമ്മളങ്ങോട്ട് ക്യാമറ നമ്മളങ്ങോട്ട് കൊണ്ടുപോകണില്ല. കാരണം ക്യാമറ പ്രശ്നമായതുകൊണ്ട് നമ്മൾ ക്യാമറ ഇവിടെ വെച്ചിട്ട് പോകും. അപ്പോൾ അവിടെ പോയി വല വെച്ചേച്ചും വരുമ്പോൾ ഉള്ള മീൻ കാണിച്ചു തരാം. പുറത്ത് കിടന്നുകൊണ്ട് മീൻ പിടിക്കുന്നുണ്ട് പുള്ളികൾ. പരിപാടിയല്ല, നമ്മൾ അവിടെ ഒരു വല വെച്ചിട്ട് നമുക്ക് സിലോപ്പിയും വരാലും ഒരു വരാലേ ഉള്ളു കേട്ടോ. ഒരു മഞ്ഞക്കൂരി ഉണ്ട്, സിലോപ്പി വരാല്. സിലോപ്പി വരാലും മഞ്ഞക്കൂരി. അപ്പം വെള്ളം കൂടുതലാണ്. ഈ പുറത്ത് ഇത്രയും വെള്ളം തിങ്ങി നിൽക്കുന്നതുകൊണ്ടേ മോട്ടർ ഓടിക്കുന്നില്ല. അപ്പം ഇറക്കം വീഴുമ്പോഴേ ഓടിക്കത്തുള്ളൂ. പിന്നെ നാളെ ഒരുമാതിരി നല്ല പറ്റാതി. അപ്പം നാളെ നമ്മൾ ഇങ്ങോട്ടായിരിക്കും വരുന്നത്. ഇപ്പം നമ്മൾ ഈ 6000 സി ബ്ലോക്കൊക്കെ ഒന്ന് നോക്കി അങ്ങോട്ട് പോവുക. അതിനകത്ത് ഞങ്ങൾ ഒരു വല വെച്ച് വലിച്ചു നോക്കിയിട്ട് നമുക്കുള്ള സിലോപ്പിയാണ്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ അതൊരു 2 കിലോ സിലോപ്പി ഉള്ളു. 2 കിലോ സിലോപ്പിയും നല്ലൊരു മഞ്ഞക്കൂരിയുണ്ട്. ഒരു മഞ്ഞക്കൂരി എന്ന് പറഞ്ഞാൽ മഞ്ഞക്കൂരി, ഒരു വരാല് ഒരു 2 കിലോ സിലോപ്പി അതേ ഉള്ളു. നമ്മളെ 5-6 സ്ഥലത്ത് ഇറങ്ങി കേട്ടാ, എങ്ങും രക്ഷയില്ല. ഇനിയിപ്പോൾ നമ്മളിപ്പം പള്ളാത്തൂരിലേക്ക് പോവാം. അപ്പം നെല്ല് ലോഡ് ചെയ്തുകൊണ്ട് വരുവാണേ. കൊയ്ത്ത് കഴിഞ്ഞ് തൊടുക. ബോട്ടൊക്കെ സ്പീഡ് കുറച്ച് കൊടുക്കും കേട്ടോ. അതിൻ്റെ അകത്തൊരു 5-8 ടൺ ഉണ്ടെന്ന് തോന്നുന്നത്. 5-8 ടൺ സാധനം ഉണ്ട് അതിനകത്ത്. നമ്മളിപ്പം പുഞ്ചിരി കെട്ട് കഴിഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് പള്ളാത്തൂരിലേക്ക് പോകാനായിട്ടൊരു 10-15 മിനിറ്റിനുണ്ട് കേട്ടോ. നമ്മൾ പള്ളാത്തൂരിലേക്ക് പോവാം. നമുക്ക് ഞാൻ ആദ്യം കാണിച്ച ആ മീൻ മാത്രമേ ഉള്ളൂ. നമ്മൾ വേറെ 2-3 സ്ഥലത്ത് ഇറങ്ങി നോക്കിയായിരുന്നു. പക്ഷെ ഒന്നും കണ്ടില്ല. പിന്നെ ചില സ്ഥലത്തൊക്കെ വെള്ളം കൂടുതൽ. അത് കാരണം നമ്മളിനിയിപ്പം വിട്ടേക്കുക. നമുക്ക് ഇന്ന് കിട്ടിയ മീനത് കേട്ടോ. മഞ്ഞക്കൂരി, സിലോപ്പി, വരാല്. ഇത് കണ്ടിട്ടേ വരാല് കണ്ടിട്ട് ഇത് വളർത്ത് വരാലാന്ന് തോന്നുന്നു. അല്ലേ ഇത് വളർത്തു വരാലാ കേട്ടോ. ഇത്
വളർത്ത് വരാല് മഞ്ഞക്കൂര്, നല്ല സൂപ്പർ മഞ്ഞക്കൂര്. ഒരു ചെമ്പല്ലി എൻ്റെ മുതുകിനെന്താ പറ്റിയെന്ന് തോന്നിയത്. എൻ്റെ മുതുകാരെ കുത്തിയതായിട്ട്. പിന്നെ സിലോപ്പി 5-8 സിലോപ്പി. പിന്നെ പള്ളത്തിയുണ്ട്, പള്ളത്തി. അപ്പം അപ്പാപ്പയുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പാപ്പ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. വരാല്, സിലോപ്പി, പള്ളത്തി, മീനിൻ്റെ പേൻ. പേനാണ്, പിന്നെ മീനിൻ്റെ മേത്തിരിക്കുന്ന പേന.